നിങ്ങളുടെ വീട്ടിൽ മീറ്റർ റീഡർ എത്തുമ്പോൾ നിങ്ങൾ വീട് പൂട്ടി സ്ഥലത്തില്ല എങ്കിലും നിങ്ങൾക്ക് കറണ്ട് ബില്ല് നൽകിയിരിക്കും. അതെങ്ങനല്ലേ? അത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതുപോലെ കൃത്യം 60 ദിവസത്തിലോ അല്ലെങ്കിൽ 30 ദിവസത്തിലോ നിങ്ങൾക്ക് ബില്ല് കിട്ടണമെന്ന് വാശി പിടിക്കുന്നതിൽ വല്ല കാര്യവുമുണ്ടോ? നമുക്ക് നോക്കാം. വൈദ്യുതി ബോർഡിലെ മീറ്റർ റീഡർമാർ പ്രതിമാസ റീഡിംഗുകളും ബൈമന്ത്ലി റീഡിംഗുകളും എടുക്കാറുണ്ട്. രണ്ട് രീതിയായാലും വൈദ്യുതി ഉപയോക്താവിന് നിരക്കുകളിൽ വ്യത്യാസം വരികയില്ല എന്ന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. വീടുകളിലോ സ്ഥാപനങ്ങളിലോ മീറ്റർ റീഡർമാർ എത്തുമ്പോൾ ഇപ്പോൾ 59 ദിവസമേ ആയുള്ളൂ, 61 ദിവസമായല്ലോ, 62 ദിവസമായല്ലോ എന്നിങ്ങനെ പരാതിപ്പെട്ട് വൈദ്യുതി ഉപയോക്താക്കൾ അവരുമായി തർക്കത്തിലേർപ്പെടുന്നത് പതിവാണ്. ഇങ്ങനെ വരുമ്പോൾ ആർക്കെങ്കിലും സ്ലാബ് മാറിപ്പോകുന്നുണ്ട് എങ്കിൽ നിരക്ക് അല്പം വർദ്ധിക്കും. അടുത്ത തവണ റീഡിംഗ് എടുക്കുമ്പോൾ കുറഞ്ഞ സ്ലാബിലേക്ക് പോകുകയും ചെയ്യും. ആത്യന്തികമായി വൈദ്യുതി ഉപയോക്താവിന് നഷ്ടം വരുന്നില്ല. ഒരു വർഷമെന്നത് 365 366 ദിവസമാണെന്ന് നിങ്ങൾക്കറിയാലോ. ഭൂമി സൂര്യനെ കറങ്ങാനെടുക്കുന്ന സമയമാണ് അത്. 60 ദിവസം വെച്ച് 6 ബൈമന്ത്ലി ബില്ല് നൽകിയാൽ 360 ദിവസത്തെ ഉപയോഗം മാത്രമേ ആകുന്നുള്ളൂ. 30 ദിവസങ്ങൾ വെച്ച് 12 മാസം ബില്ല് നൽകിയാൽ അപ്പോഴും 360 ദിവസത്തെ ഉപയോഗം മാത്രമേ ആകുന്നുള്ളൂ. അധികമായി വരുന്ന 5-6 ദിനങ്ങൾ ഉള്ളതിനാൽ 30-ാം ദിനം റീഡിംഗ് എടുക്കുക, അതുപോലെ 60-ാം ദിനം റീഡിംഗ് എടുക്കുക എന്നത് അപ്രായോഗികമാണ്. ഇനി നമ്മുടെ വീട്ടിൽ മീറ്റർ റീഡർ വരുമ്പോൾ പൂട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ബില്ല് തയ്യാർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ജനുവരി 2024 മീറ്റർ റീഡർ ഒരു വീട്ടിൽ വന്നപ്പോൾ വീട്ടുടമസ്ഥൻ വീട് പൂട്ടി ടൂർ പോയി എന്ന് സങ്കൽപ്പിക്കുക. അപ്പോൾ നിയമപ്രകാരം ആ ഉപയോക്താവിന്റെ കഴിഞ്ഞ 3 ബില്ലുകളുടെ ആവറേജ് യൂണിറ്റായ 574 യൂണിറ്റിന്റെ ബില്ല് നൽകും. മുകളിലെ ഉദാഹരണം നോക്കുക. അപ്പോൾ ബില്ല് 4464 രൂപയാകും. ഇത് അദ്ദേഹം അടച്ചു. ഇനി മാർച്ച് 2024 മീറ്റർ റീഡർ സ്ഥലത്തെത്തിയപ്പോൾ പ്രസ്തുത റീഡിംഗ് എടുക്കാൻ സാധിച്ചു. അപ്പോൾ 1266 യൂണിറ്റായി. ഇത് യഥാർത്ഥത്തിൽ 4 മാസം ഉപയോഗിച്ച യൂണിറ്റാണ്. ഇതിനെ 2ആയി ഹരിച്ചു. അപ്പോൾ 2 മാസത്തേക്ക് 633 യൂണിറ്റ് വീതമായി. 633 യൂണിറ്റിന്റെ വൈദ്യുതി ബിൽ തുക 5533 രൂപയാണ്. അതിനെ ഇരട്ടിയാക്കുന്നു. അപ്പോൾ 11066 രൂപ വരും. അതിൽ നിന്ന് നേരത്തെ അടച്ച സംഖ്യയായ 4464 രൂപ കിഴിച്ച് ഇപ്പോഴത്തെ ബില്ല് 6602 രൂപ അഡ്ജസ്റ്റ്മെന്റ് ബില്ലെന്ന പേരിൽ നൽകുന്നു. മുകളിലെ കണക്ക് നന്നായി നോക്കി മനസ്സിലാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.